വരാലാണോ? വരാലാണോ? കുട്ടികളെ കിട്ടിയിട്ട് എന്ത് കാര്യം? അയ്യോ, കുറച്ചും കൂടി പതുക്കെ സംസാരിച്ചു നോക്കിയേ. അങ്ങോട്ട് കിടക്കാൻ പറ്റുമോ? ഊഫ്, നാളെ നിങ്ങൾ വരുമോന്ന് അറിയാൻ ചോദിക്കണം കേട്ടാ. ആ, അത് കലക്കി. ഞാൻ ഇതുവരെ ഒരു വരാലിന്റെ എനക്കം പോലും കണ്ടിട്ടില്ല കേട്ടാ. ഓ, സ്ട്രൈക്ക് കിട്ടിയാ പറയിട്ടെ ബേബിയെ. ആ, മിസ്സായിന്നല്ലേ? അതെനിക്കും കുറേ പറ്റാറുണ്ട്. അത് ഹുക്കപ്പ്, അതെ, ഹുക്കപ്പ് കൊടുക്കണ ടൈമിങ് കറക്റ്റ് ആയില്ലെങ്കിൽ മിസ്സായി പോവും. വരാല് പോയാൽ കുഴപ്പമില്ല. എൻ്റെ ഈ ഫോൺ വെള്ളത്തിൽ വേണം, അതിലും വലിയ പ്രശ്നമാവും. അടിക്ക്, ആരെങ്കിലും അടിച്ചോ? അതെ, ഫ്രീ ഫ്രോഗ്. എനിക്ക് ഒരു 10-12 മാക്സിമം, അത്രയ്ക്ക് ഇനി കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഫ്രോഗും മേട്ടാ ഒരു 10-12 കിട്ടിയിട്ടുണ്ടാവും. ഫ്രോഗും അല്ലാണ്ട് കുറേ പിടിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിലൊക്കെ ഇവിടെ ഇഷ്ടം പോലെ പിടിക്കാറുണ്ട്. പക്ഷേ ഫ്രോഗ് പരിപാടി തുടങ്ങിയിട്ട് അധികം ഒന്നും അടിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം സീസണിൽ ഇതുപോലെ. ആ, അല്ല, ഇനി നമുക്ക് നല്ല സ്പോട്ട് കിട്ടാറില്ല. ഇത്രയും നല്ല സ്പോട്ട് ആദ്യമായിട്ട് കിട്ടണേ. ബാക്കിയുള്ളൊക്കെ കരാറെടുത്തിട്ടൊക്കെ പിടിച്ചു പോയ സ്പോട്ടിൽ നമ്മൾ എറിയുക. അതായത് അവർ മീൻ പിടുത്തം കഴിഞ്ഞ് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ. ആണോ? ആ, അവിടെയാണ് ഏറ്റവും കൂടുതൽ വരാലുണ്ടാവാറ്. നമ്മൾ പന്തിക്കാട് പോയി ചോദിച്ചാലും അടാട്ട് ചാത്തൻകോടില്ലേ, അവിടെയാണ് മീൻ എന്ന് പറയും. ആ ആ 2 കിലോ 2.5 കിലോ ഉണ്ടാവും അപ്പോൾ. ആ ആ ആ ആ അമ്മ ദാ അവിടെ ഗംഭീര സാധനം അടിച്ചുട്ടാ. കുറച്ചുകൂടി ലെഫ്റ്റിലായിട്ട് അടിച്ചത് അവൻ. അവിടെ ഒരു സാധനം ഉണ്ട് കേട്ടാ. ഇവിടെ എൻ്റെ ഫ്രോഗ് നിൽക്കുന്നിടത്ത് ഗംഭീര സാധനം ഉണ്ട് പറഞ്ഞു. ഫ്രോഗ് തിരിഞ്ഞിട്ടാ വരണേ അതിൻ്റെ കൂടെ. ഞാനെന്നാ പോയി സഞ്ചി എടുക്കട്ടെ. അങ്ങനെ പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാണല്ലോ, അല്ലെങ്കിൽ സഞ്ചി ഇല്ലാണ്ട് ഈ വരാലിന് ഇത്രയും വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാണല്ലോ മിനിറ്റുകളെ സാധനം പോയിണ്ടാവും. ഞാൻ വീണാൽ എനിക്ക് വിഷമില്ല, പക്ഷെ ഈ ഫോണ് നനഞ്ഞാൽ വിഷമം. ഫോണ് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. ചൂണ്ട നനഞ്ഞ സീനൊന്നുമില്ല. എറിഞ്ഞോ വരാലുണ്ട് കേട്ടോ, അവിടെയൊക്കെ നല്ലപോലെ വരാലുണ്ട്.
ഏയ് അടിച്ച് അയ്യാ പോയി. ഇവിടെ അടിക്കുന്നുണ്ട്. ഏതാ ഫ്രോഗ്? എൻ്റെ ഈ ഫ്രോഗേ കുളത്തി പിടിക്കണ ഒരു ഇത്. ഇത് നൂല് നിറവാകുമ്പോ പോണാടാ. ഇതിന്റെ ഇപ്പൊ നൂല് കുറച്ചല്ലോ. നൂല് കൂടുതലായി കഴിഞ്ഞാൽ ദൂരം കൂടുതൽ പോകും. അതാണ് ഇവിടെ അടുത്തടിക്കുകയാണെങ്കിലേ നൂല് 250 രൂപ സ്റ്റാർട്ടിങ്. ഞാൻ എന്ത് ചെയ്തേക്കണെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് നൂലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ 90 രൂപയുടെ വലനൂല് കിട്ടും. ആ വലനൂല് എടുത്തിട്ട് ചുറ്റിയിട്ട് ബാക്കി ദൂരം എൻ്റെ 2 അടി കിട്ടിയതാ. പക്ഷെ എനിക്ക് ഈ കണ്ട ഈ നൂല് ഇങ്ങനെ നിൽക്കണേ, നമ്മൾ സ്പീഡിൽ വലിച്ചാൽ കിട്ടണില്ല. അതാ അവിടെ വെറുതെ ചാടി മറിയുന്നു. കല്ലുത്തിയായിരുന്നുള്ളത്, കല്ലുത്തിയൊന്നുണ്ട്. ആ ഈ റേഞ്ചിലാണ് എനിക്ക് നേരത്തെ അടിച്ചത്. പണിയായ മേലേക്ക് വന്ന് ഒരു മിനിറ്റ് അത് മേത്തേക്ക് വന്നേ. കണ്ട കൈ വെച്ച കാരണം ക്രിക്കറ്റ് കളിച്ച പണ്ട് പരിചയമുള്ള രക്ഷപ്പെട്ടു. നോട്ടെ അങ്ങനെയൊന്നും കിട്ടില്ല എന്നുണ്ടത്, പണിയായിന്നുണ്ട്. പക്ഷെ എനിക്ക് വീഡിയോ കിട്ടണം, അതാണ് ഞാൻ നോക്കണത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കുക. പക്ഷെ 2-3 വട്ടം അടിച്ചിട്ടും പിടിക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ. ആ അതെ അതെ അമ്മ വന്നിട്ടുണ്ട്. നിന്റെ ബേബിയുടെ ഫ്രോഗുമ്പോ ചിലപ്പോ കിട്ടൂത്. ബേബിയുടെ ഫ്രോഗുമേ ബേബിയുടെ ബേബി ഇങ്ങോട്ട് വാ. ആ ഇങ്ങോട്ട് വായോ. അടിക്കണ്ട, ഇവിടെ സ്ട്രൈക്ക് ഉണ്ട്. വേഗം പോരെ. അമ്മോ ഇല്ല, നേരത്തെ പിന്നടിച്ചൊക്കെ ചെറുതായിരുന്നു. ഫസ്റ്റ് ടൈം വന്നതാ, പിന്നെ തന്നില്ല. നമുക്ക് നല്ലൊരു വരാലിനെ കിട്ടിയിട്ടാ. ഗംഭീരപ്പെട്ട പിടക്കണത്. കാര്യമില്ല, അവരോട് പിടിക്കട്ടെ. ആറ്റി നോറ്റ് കുറെ നാൾ കൂടിയിട്ട് വരാൽ കിട്ടിയ സത്യം പറയാലോ. ഇവിടം വരെ എത്തിയത് ഭാഗ്യം, അത്രേ ഉള്ളൂ. ഇവിടം വരെ എത്തിയത് ഭാഗ്യം. ലോങ്ങിന്ന് അടിച്ചതാ. മീനൊന്നും ഇല്ലാന്നുകൊണ്ട് ഇപ്പോ സ്ട്രൈക്ക് കിട്ടണ കാണാനില്ല. ഒരെണ്ണടിച്ചു. ആ നിങ്ങൾക്ക് കിട്ടിയ പോലെ തന്നെ കിട്ടി. നിങ്ങൾക്ക് കിട്ടിയ പോലെ തന്നെ. ഓ ഒരെണ്ണം
നിങ്ങൾ വരുമ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാവും. നിങ്ങൾ വരുമ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാവും. കേറ്റ് കേറ്റ് കേറ്റ്, കളയല്ലേ കളയല്ലേ, കേറ്റ്. വീഴല്ലേ വീഴല്ലേ.